വെൽക്കം ടു ഫാർമ ഫോക്കസ്. ഈ ചാനലിൽ ബി-ഫാം ക്ലാസുകൾ മലയാളത്തിൽ ഈസിയായി എക്സ്പ്ലെയിൻ ചെയ്യുന്നു. സിലബസ് ബേസ്ഡ് എക്സ്പ്ലനേഷൻ ആണ്. ഇതുപോലത്തെ ഹെൽപ്ഫുൾ കണ്ടന്റ്സിന് വേണ്ടി പ്ലീസ് ടു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. നമ്മൾ ഇലക്ട്രോഫോറസിസ് എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ നമ്മൾ എന്താണ് ഇലക്ട്രോഫോറസിസ്, അതിൻ്റെ പ്രിൻസിപ്പിൾ, ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഇലക്ട്രോഫോറിറ്റിക് മൊബിലിറ്റി, അതേപോലെ തന്നെ അതിൻ്റെ ഒരു ടൈപ്പ് ആയിട്ടുള്ള കാപ്പിലറി ഇലക്ട്രോഫോറസിസ്, ഇത്രയും ടോപ്പിക്ക് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അതിൻ്റെ വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് അടുത്തൊരു ടൈപ്പ് ആയിട്ടുള്ള ജെൽ ഇലക്ട്രോഫോറസിസ് ആണ്. എന്താണ് ജെൽ ഇലക്ട്രോഫോറസിസ്? ജെൽ ഇലക്ട്രോഫോറസിസ് എന്ന് പറയുന്നത് ഒരു ലബോറട്ടറി ടെക്നിക്കാണ്. അത് ബയോളജിക്കൽ മാക്രോ മോളിക്യൂൾസിനെ ലൈക്ക് DNA, RNA, പ്രോട്ടീൻസിനൊക്കെ സൈസിനെയും ചാർജിനെയും ബേസ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ ജെൽ ഇലക്ട്രോഫോറസിസ് എന്ന് പറയുന്നത് DNA, RNA, പ്രോട്ടീൻ പോലെയുള്ള മാക്രോ മോളിക്യൂൾസ്, ബയോളജിക്കൽ മാക്രോ മോളിക്യൂൾസിനെ സൈസും ചാർജിനും ബേസ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ലബോറട്ടറി ടെക്നിക്കാണ്. ഈ ജെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊളോയിഡ് ആയിരിക്കും, സോളിഡ് ഫോമിൽ. അത് 99% വാട്ടർ കൊണ്ടാണ് കമ്പോസ് ചെയ്തിരിക്കുന്നത്. ഈ ജെൽ മാട്രിക്സ്, അതായത് കോമൺലി അഗാറോസ് അല്ലെങ്കിൽ പോളി അക്രൈലമൈഡ് ആണ്. അത് ഒരു മോളിക്കുലർ സീവായിട്ട് ആക്ട് ചെയ്തിട്ട് സ്മോളർ മോളിക്യൂൾസിനെ അതിലൂടെ പെട്ടെന്ന് മൂവ് ചെയ്യിപ്പിക്കും, ലാർജർ മോളിക്യൂൾസിനെ അതിലൂടെ മെല്ലെ മൂവ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുക. ഇലക്ട്രോഫോറസിസ് സമയത്ത് നമ്മളൊരു ഇലക്ട്രിക് കറണ്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ മാക്രോ മോളിക്യൂൾസ് എന്ത് ചെയ്യും? ആ ഒരു ജെൽ പോർസിലൂടെ ഫോഴ്സ്ഫുള്ളി മൂവ് ചെയ്യും. ജെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ബഫർ ചാമ്പേഴ്സിൻ്റെ ഇടയിൽ മൗണ്ട് ചെയ്തിട്ടാണ് കാണുക. ഈ രണ്ട് ബഫർ ചാമ്പേഴ്സിനും ഓരോന്നിനും ഓരോ ഇലക്ട്രോഡ് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. ഈ ഒരു ചേമ്പേഴ്സിൻ്റെ ഇടയിലേക്കുള്ള ഇലക്ട്രിക്കൽ കണക്ഷൻ എന്ന് പറയുന്നത് ഈ ജെല്ലിലൂടെ മാത്രമാണ്. അതാണ് കറണ്ട് ഫ്ലോനെ എൻഷുവർ ചെയ്യുന്നത്. പിന്നെ ബയോളജിക്കൽ മോളിക്യൂൾസിനെ സെപ്പറേറ്റ് ചെയ്യാനും അനലൈസ് ചെയ്യാനും പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് യൂസ് ചെയ്യുക. അതുപോലെ മോളിക്കുലർ വെയ്റ്റിനെ എസ്റ്റിമേറ്റ് ചെയ്യാനും ജീനോടൈപ്പിങ്ങും മ്യൂട്ടേഷനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇതാണ് ജെൽ ഇലക്ട്രോഫോറസിസിൻ്റെ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ വരുന്നത്. അടുത്തത് ടൈപ്സ് ഓഫ് ജെൽ ഇലക്ട്രോഫോറസിസ്. ഇതിന് രണ്ട് യൂണിറ്റ്സ് ഉണ്ട്. അതായത് ട്യൂബ് ജെൽ യൂണിറ്റ്സും ഉണ്ട്, സ്ലാബ് ജെൽ യൂണിറ്റ്സും ഉണ്ട്. ട്യൂബ് ജെൽ യൂണിറ്റ്സ് എന്ന് പറയുമ്പോൾ അവിടെ ജെല്ല് ഫോം ചെയ്തിരിക്കുന്നത് സിലിണ്ട്രിക്കൽ ട്യൂബ്സ് ആയിട്ടാണ്. സ്ലാബ് ജെൽ യൂണിറ്റ്സ് ആണെങ്കിൽ ഫ്ലാറ്റ് സ്ലാബ്സ് ആയിട്ടാണ്. ട്യൂബ് ജെൽ യൂണിറ്റ്സ് പ്രോട്ടീൻ ഇലക്ട്രോഫോറസിസിലാണ് മോസ്റ്റ്ലി യൂസ് ചെയ്യുക. സ്ലാബ് ജെൽ യൂണിറ്റ്സ് DNA ആൻഡ് RNA സെപ്പറേഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. ബോത്ത് ഈ അഗാറോസ് ജെല്ലാണെങ്കിലും പോളി അക്രൈലമൈഡ് ജെല്ലാണെങ്കിലും നമ്മൾ കോമൺലി ഇലക്ട്രോഫോറസിസിൽ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതതിൻ്റെ സ്ട്രക്ചറും ആപ്ലിക്കേഷനും ഹാൻഡ്ലിങ്ങും ഒക്കെ ഡിഫർ ചെയ്യും. അഗാറോസ് ജെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമുക്ക് രണ്ട് ഇലക്ട്രോഫോറസിസിൻ്റെ ടൈപ്പ് നോക്കാം. അഗാറോസ് ജെൽ ഇലക്ട്രോഫോറസിസും പോളി അക്രൈലമൈഡ് ജെൽ ഇലക്ട്രോഫോറസിസും. ഇതിൽ അഗാറോസ് ജെൽ എന്ന് പറയുമ്പോൾ ഹൊറിസോണ്ടലി ആണ് നമ്മൾ പോർ ചെയ്യുക. ലാർജ് മോളിക്യൂൾസിനെയൊക്കെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. നോൺ ടോക്സിക് ആണ്, ഹാൻഡിൽ ചെയ്യാൻ ഈസി ആയിരിക്കും. ഈ അഗാറോസ് ജെൽ ഇലക്ട്രോഫോറസിസ് ആണ് നമ്മൾ മോസ്റ്റ് കോമൺലി അപ്ലൈ ചെയ്യുന്നത്. പിന്നെ ഇതിലെ സ്റ്റെയിനിങ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഈ ജെല്ല് അതിലേക്ക് പോർ ചെയ്യുന്നതിൻ്റെ ആഫ്റ്റർ അല്ലെങ്കിൽ ബിഫോർ എപ്പോൾ വേണമെങ്കിലും നമുക്ക് സ്റ്റെയിനിങ് സ്റ്റെപ്പ് ചെയ്യാവുന്നതാണ്. ഏതിൽ? അഗാറോസ് ജെൽ ഇലക്ട്രോഫോറസിസിൽ. ഇനി പോളി അക്രൈലമൈഡ് ജെൽ ഇലക്ട്രോഫോറസിസ് എന്ന് പറയുമ്പോൾ അത് വെർട്ടിക്കലി ആണ് പോർ ചെയ്യുന്നത്. അതുപോലെ തന്നെ അത് സ്മോൾ മോളിക്യൂൾസിനെയൊക്കെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്യൂട്ടബിൾ ആണ്. അൺപോളിമറൈസ്ഡ് ആക്രിലമൈഡ് മോണോമർ ആണെങ്കിൽ ടോക്സിക്കും ന്യൂറോടോക്സിക്കും ആണ്. എന്നാൽ വൺസ് പോളിമറൈസ്ഡ് എന്താണ്? നോൺ ടോക്സിക് ആണ്. പിന്നെ പോളി അക്രൈലമൈഡ് ജെൽ ഇലക്ട്രോഫോറസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DNA ആൻഡ് പ്രോട്ടീൻ സെപ്പറേഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. ഈ ഒരു മെത്തേഡിൽ സ്റ്റെയിനിങ് സ്റ്റെപ്പ് നമ്മൾ ആഫ്റ്റർ പോറിംഗ് ദ ജെല്ലാണ് യൂസ് ചെയ്യുന്നത്. കോമൺലി യൂസ് ചെയ്യുന്ന സ്റ്റെയിനാണ് ബ്രില്യൻ ബ്ലൂ, അതുപോലെ സിൽവർ സ്റ്റെയിൻ. അടുത്തത് സപ്പോർട്ട് മീഡിയ ഇൻ ഇലക്ട്രോഫോറസിസ്. ജെൽ ഇലക്ട്രോഫോറസിസിൽ യൂസ് ചെയ്യുന്ന സപ്പോർട്ട് മീഡിയ ഈ അഗാറോസ് അതുപോലെ പോളി അക്രൈലമൈഡ് ജെൽ ഇതൊക്കെയാണ് സപ്പോർട്ട് മീഡിയ ആയിട്ട് ഇലക്ട്രോഫോറസിസിൽ യൂസ് ചെയ്യുക. രണ്ടും ക്രോസ് ലിങ്ക്ഡ് ആണ്, സ്പോഞ്ച് ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ്, പോറസ് ജെല്ല് ഫോം ചെയ്യുന്നുണ്ട്. ഈ സപ്പോർട്ട് മീഡിയ എന്ന് പറയുന്നത് എപ്പോഴും ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയിരിക്കണം, അത് നിർബന്ധമാണ്. അതുപോലെ ഈ ഒരു അഗാറോസും പോളി അക്രൈലമൈഡ് എന്ന് പറയുന്നത് രണ്ടും അതിൻ്റെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ സ്ട്രക്ചേഴ്സിന് ഡിഫർ ചെയ്യുന്നുണ്ടെങ്കിലും അത് രണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പോറസ് ജെല്ല് ഫോം ചെയ്തിട്ട് മോളിക്കുലർ സീവായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഈ ജെല്ല് എന്ത് ചെയ്യുക? ഈ ലാർജ് മോളിക്യൂൾസിൻ്റെയൊക്കെ മൂവ്മെൻറ്റിനെ ഒന്നെങ്കിൽ റിട്ടാർഡ് ചെയ്യും, അതായത് കുറയ്ക്കും, അതല്ലെങ്കിൽ കംപ്ലീറ്റ്ലി അതിനെ ഒബ്സ്ട്രക്ട് ചെയ്യും. എന്നാൽ സ്മോളർ മോളിക്യൂൾസിന് അതിനെ ഈസി ആയിട്ട് പാസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും. ഈ ഒരു സീവിങ് എഫക്റ്റ് തന്നെയാണ് ഈ ഒരു സൈസ് ബേസ്ഡ് സെപ്പറേഷൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ.
ഈ ജെൽ അഗാരോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലി പ്യൂരിഫൈഡ് ആണ്, അൺചാർജ്ഡ് പോളിസാക്കറൈഡ് ആണ് അഗാർ എന്നാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. അതൊരു ബോയിലിംഗ് ലിക്വിഡിലോട്ട് ആഡ് ചെയ്യുകയാണെങ്കിൽ ഈ അഗാരോസ് എന്ത് ചെയ്യും, അതിൽ നന്നായിട്ട് കംപ്ലീറ്റ്ലി ഡിസോൾവ് ചെയ്തിട്ട് ലിക്വിഡ് ഫോമിൽ റിമെയിൻ ചെയ്യുന്നുണ്ട്. എന്നാൽ ടെമ്പറേച്ചർ കുറഞ്ഞിട്ട് 40 ഡിഗ്രി സെൽഷ്യസ് ആവുന്ന സമയത്ത് അത് ജെല്ലായിട്ട് സോളിഡിഫൈ ചെയ്യും. അഗാരോസ് ജെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രജൈൽ ആയിരിക്കും, പക്ഷെ അത് ഹൈഡ്രോകൊളൈഡ്സ് ഫോം ചെയ്യും. അത് വീക്ക് ഹൈഡ്രജൻ ബോൺസ് വെച്ചിട്ടും ഹൈഡ്രോഫോബിക് ഇൻട്രാക്ഷൻസ് വെച്ചിട്ടാണ് പരസ്പരം എന്താണ് ഹെൽഡ് ചെയ്തിരിക്കുന്നത്. പോർ സൈസ് എന്ന് പറയുമ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോൺസെൻട്രേഷനിൽ ചേഞ്ച് വരുത്തിയാൽ മതി. ലോ കോൺസെൻട്രേഷൻ ആണെങ്കിൽ ലാർജർ പോർസ് ആയിരിക്കും, ഹൈ കോൺസെൻട്രേഷൻ ആണെങ്കിൽ സ്മോളർ പോർസ് ആയിരിക്കും ഉണ്ടാവുക. ഇത്രയാണ് സപ്പോർട്ട് മീഡിയത്തിൽ പറയുന്നത്. അതായത് അഗാരോസും പോളിഅക്രൈലമൈഡ് ജെല്ലുമാണ് സപ്പോർട്ട് മീഡിയ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുക. ഇത് ക്രോസ് ലിങ്ക്ഡ് ആണ്, സ്പോഞ്ച് ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ്, പോറസ് ജെല്ല് ഫോം ചെയ്യുന്നുണ്ട്. ഈ ഒരു സപ്പോർട്ട് മീഡിയ എന്ന് പറയുമ്പോൾ എപ്പോഴും ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയിരിക്കണം. ബോത്ത് അഗാരോസും പോളിഅക്രൈലമൈഡ് എന്ന് പറയുന്നത് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ സ്ട്രക്ചേഴ്സിൽ ഡിഫർ ചെയ്യുന്നുണ്ടെങ്കിലും രണ്ടും പോറസ് ജെല്ല് ഫോം ചെയ്തിട്ട് മോളിക്കുലർ സീവ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് ലാർജ് മാക്രോമോളിക്യൂൾസിൻ്റെ മൂവ്മെൻറ്റിനെ കംപ്ലീറ്റ്ലി അത് ഒബ്സ്ട്രക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, സ്മോൾ മോളിക്യൂൾസിനെ ഈസി ആയിട്ട് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഈ ജെൽ അഗാരോസ് എന്ന് പറയുമ്പോൾ ഹൈലി പ്യൂരിഫൈഡ് ആണ്. അതുപോലെ ഇത് നമ്മളൊരു ബോയിലിംഗ് ലിക്വിഡിലോട്ട് ആഡ് ചെയ്യുന്ന സമയത്ത് അഗാരോസ് ഫുള്ളായിട്ട് ഡിസോൾവ് ചെയ്തിട്ട് ലിക്വിഡ് ഫോമിൽ റിമെയിൻ ചെയ്യും. എന്നാൽ ടെമ്പറേച്ചർ കുറഞ്ഞ് 40 ഡിഗ്രി സെൽഷ്യസ് എത്തിക്കഴിഞ്ഞാൽ അത് ജെല്ലായിട്ട് സോളിഡിഫൈ ചെയ്യും. ഓക്കെ, ഇത് ഫ്രജൈലാണ്, പക്ഷെ അത് ഹൈഡ്രോകൊളോയിഡ്സ് ഫോം ചെയ്യും. വീക്ക് ഹൈഡ്രജൻ ബോണ്ട് അല്ലെങ്കിൽ ഹൈഡ്രോഫോബിക് ഇൻട്രാക്ഷൻസ് വെച്ചിട്ടാണ് അത് ഹെൽഡ് ചെയ്തിരിക്കുന്നത്. കോൺസെൻട്രേഷൻ ഓഫ് അഗാരോസ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് പോർ സൈസ് ഓഫ് അഗാരോസ് ജെല്ലും മാറ്റാൻ വരുത്താൻ പറ്റും. ലോ കോൺസെൻട്രേഷൻ ആണെങ്കിൽ ലാർജർ പോർസും ഹയർ കോൺസെൻട്രേഷൻ ആണെങ്കിൽ സ്മോളർ പോർസും ആയിരിക്കും. ഇനി നമ്മൾ ജെൽ ഇലക്ട്രോഫോറിസിസിൻ്റെ ഫിഗർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാൻ മറന്നുപോയി. ഇതാണ് ജെൽ ഇലക്ട്രോഫോറിസിസിൻ്റെ ഫിഗർ. അടുത്തത് നമ്മൾ പറയുന്നത് കൺസിഡറേഷൻ വിത്ത് PAGE, അതായത് പോളി അക്രൈലമൈഡ് ജെൽ ഇലക്ട്രോഫോറിസിസ്. ഈ അഗാരോസ് ജെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജ് ന്യൂക്ലിക് ആസിഡ്സിൻ്റെ കേസിൽ ഐഡിയൽ ആണ്. എന്നാൽ പോളി അക്രൈലമൈഡ് ജെല്ലാണെങ്കിലോ സ്മോളർ DNA ഫ്രാഗ്മെൻസിനും പ്രോട്ടീൻസിനൊക്കെ അത് ഐഡിയൽ ആണ്. അഗാരോസ് വേണോ പോളി അക്രൈലമൈഡ് വേണോ എന്ന് തീരുമാനിക്കുന്നത് അനലൈറ്റിൻ്റെ സൈസും അതുപോലെ റെസൊല്യൂഷനും ബേസ് ചെയ്തിട്ടാണ്. ഇവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. സോളിഡ് സ്റ്റേറ്റ് ഇനീഷ്യൽ ജെല്ലും ഫൈനൽ ജെൽ സ്ട്രക്ചറായിട്ട് മാറുന്നതും തിരിച്ചും. അടുത്തത് നമ്മൾ നോക്കുന്നത് പ്രിപ്പയറിംഗ് ആൻഡ് പോറിംഗ് പോളി അക്രൈലമൈഡ് ജെൽ. ഇപ്പോൾ നമ്മൾ അതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പോർ സൈസിനെ ഡിറ്റർമിൻ ചെയ്യാം. ഓക്കെ, അതെങ്ങനെയാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്? ടോട്ടൽ പെർസെൻറ്റേജ് ഓഫ് അക്രൈലമൈഡിനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് പോർ സൈസ് ഓഫ് ദ ജെല്ലിനെ നമ്മൾ കൺട്രോൾ ചെയ്യുക. ഹയർ അക്രൈലമൈഡ് കോൺസെൻട്രേഷൻ ആണെങ്കിൽ സ്മോളർ പോർസ് ആയിരിക്കും, എന്നാൽ ലോവർ കോൺസെൻട്രേഷൻ ആണെങ്കിൽ ലാർജർ പോർസ് ആയിരിക്കും. അതിനുശേഷം ക്രോസ് ലിങ്കറിൻ്റെ എമൗണ്ടിനെ അഡ്ജസ്റ്റ് ചെയ്യുക. അതായത് ക്രോസ് ലിങ്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഡയമെൻഷണൽ സ്ട്രക്ചർ ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുക. ഈ അക്രൈലമൈഡ് ടു ക്രോസ് ലിങ്കർ റേഷ്യോയിൽ ചേഞ്ച് വരുന്നതിനനുസരിച്ച് ജെൽ പൊറോസിറ്റിക്കും സ്ട്രെങ്ത്തിനും മാറ്റം വരുന്നുണ്ട്. അതിനുശേഷം റിമൂവ് ഓക്സിജൻ ആൻഡ് മോയ്സ്ചർ, അതായത് ഓക്സിജൻ എന്ത് ചെയ്യും, പോളിമറൈസേഷനെ ഇൻഹിബിറ്റ് ചെയ്യും. സൊല്യൂഷൻ എന്തായിരിക്കണം, ഡീഓക്സിജനേറ്റഡ് ആയിരിക്കണം ജെൽ ഫോർമേഷന് മുമ്പ്. ഇനീഷ്യേറ്റ് പോളിമറൈസേഷൻ 2 മെത്തേഡ് വഴി ചെയ്യാൻ പറ്റും, കെമിക്കൽ മെത്തേഡും ഫോട്ടോ കെമിക്കൽ മെത്തേഡും. അടുത്തത് അനാലിസിസ് ഓഫ് ജെല്ലാണ്. ഇലക്ട്രോഫോറിസിസിന് ശേഷം ജെല്ലിനെ നമുക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. സ്റ്റെയിനിങ് ഉണ്ട്, ഏതെങ്കിലും ഒരു സ്റ്റെയിൻ യൂസ് ചെയ്യാം. ഓട്ടോ റേഡിയോഗ്രഫി ഉണ്ട്, ഡെൻസിറ്റോമെട്രി, ബ്ലോട്ടിംഗ്. ഓട്ടോ റേഡിയോഗ്രഫി എന്ന് പറയുമ്പോൾ റേഡിയോ ആക്റ്റീവ് സാമ്പിൾസിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഡെൻസിട്രോമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡെൻസിറ്റോമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാൻഡ് ഇൻറ്റൻസിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. ബ്ലോട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ DNA, RNA, പ്രോട്ടീൻസിൻ്റെ ഒക്കെ ഫെർദർ അനാലിസിസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. അതിൻ്റെ സദേൺ ബ്ലോട്ടിങ്, നോർത്തേൺ ബ്ലോട്ടിങ്, വെസ്റ്റേൺ ബ്ലോട്ടിങ് ഒക്കെ ഉണ്ട്. അടുത്തതാണ് SDS പേജ്. ഇൻ SDS PAGE അതായത് സോഡിയം ഡോഡിക്കൽ സൾഫേറ്റ് പോളി അക്രൈലമൈഡ് ജെൽ ഇലക്ട്രോഫോറിസിസ് ആണ്. ഇവിടെ പ്രോട്ടീൻസിൻ്റെ മൈഗ്രേഷൻ നടക്കുന്നത് മോളിക്കുലർ വെയ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്. സോഡിയം ഡോഡെക്കൽ സൾഫേറ്റ് എന്ന് പറയുന്ന ഒരു ആനയോണിക് ഡിറ്റർജൻ്റ് ആണ്. അതെന്ത് ചെയ്യും? സെക്കൻഡറി ആൻഡ് നോൺ ഡൈസൾഫൈഡ് ലിങ്ക്ഡ് ടെറിഷറി സ്ട്രക്ചേഴ്സിനെയൊക്കെ ഡീനാച്ചുറേഷൻ ചെയ്തിട്ട് യൂണിഫോംലി ബൈൻഡ് ചെയ്യും. എന്തിൻ്റെ കൂടെ? പോളിപെപ്റ്റൈഡ് ബാക്ക് ബോണിൻ്റെ കൂടെ. അങ്ങനെ ഒരു സ്ട്രോങ് നെറ്റ് നെഗറ്റീവ് ചാർജ് പ്രോട്ടീനിന് പ്രൊവൈഡ് ചെയ്യും. അതായത് സോഡിയം ഡോഡെക്കൽ സൾഫേറ്റ് എന്ന് പറയുന്ന ഒരു ആനയോണിക് ഡിറ്റർജൻ്റ് ആണ്. അത് സെക്കൻഡറി ആൻഡ് നോൺ ഡൈസൾഫൈഡ് ലിങ്ക്ഡ് ടെറിഷറി സ്ട്രക്ചേഴ്സുമായിട്ട് എന്ത് ചെയ്യും? അത് ഡീനാച്ചർ ചെയ്യും. അതിനെ ഡീനാച്ചർ ചെയ്തിട്ട്
പോളിപെപ്റ്റൈഡ് ബാക്ക് ബോണിൻ്റെ കൂടെ ബൈൻഡ് ചെയ്യും യൂണിഫോമിലി. അങ്ങനെ നമുക്കൊരു നെഗറ്റീവ് ചാർജ് ഈ പ്രോട്ടീനിന് വരും. SDS എത്രത്തോളം എമൗണ്ട് ബൈൻഡ് ചെയ്തു എന്നുള്ളത് ലെങ്ത്തിനോട് പ്രപ്പോർഷണൽ ആയിരിക്കും. ഈ പ്രോട്ടീൻസ് നമ്മൾ SDS വെച്ചിട്ടും അതുപോലെ റെഡ്യൂസിങ് ഏജൻറ്റ് വെച്ചിട്ടും ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ പോളിപെപ്റ്റൈഡ്സ് അൺഫോൾഡ് ആയിട്ട് ലീനിയർ ചെയിൻ ആയിട്ട് മാറുന്നുണ്ട്. അങ്ങനെ ഇലക്ട്രോഫോറിസിസ് സമയത്ത് പ്രോട്ടീൻസ് എന്ത് ചെയ്യും, സൈസിനനുസരിച്ച് മൂവ് ചെയ്യും. അതായത് സ്മോളർ പ്രോട്ടീൻസ് പെട്ടെന്ന് മൂവ് ചെയ്യും, ലാർജർ പ്രോട്ടീൻസ് ആണെങ്കിൽ മെല്ലെയാണ് മൂവ് ചെയ്യുക. ഇതാണ് SDS PAGE. അടുത്തത് ജസ്റ്റ് ഒരു ഫിഗർ പോലെ കൊടുത്തിട്ടുണ്ട്. അതായത് ഇതൊരു പ്രോട്ടീൻ ആണ്, 2 സബ് യൂണിറ്റ്സ് ഉണ്ട് AB. അത് ഡൈസൾഫൈഡ് ബ്രിഡ്ജ് വെച്ചിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഒരു സിംഗിൾ സബ് യൂണിറ്റ് പ്രോട്ടീൻ ഉണ്ട്, അതാണ് C. ഇത് രണ്ടും കൂടി SDS-ഉം അതുപോലെ മെർക്കാപ്റ്റോ എഥനോളും കൂടിയിട്ട് നമ്മൾ ഹീറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ SH ബോണ്ട് വെച്ചിട്ട് ഇവിടെ ജോയിൻ ആവുന്നുണ്ട്. നെഗറ്റീവ്ലി ചാർജ്ഡ് SDS മോളിക്യൂൾ ഒപ്റ്റെയിൻ ചെയ്യും. അതിനുശേഷം അത് പോളിഅക്രൈലമൈഡ് ജെൽ ഇലക്ട്രോഫോറിസിസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇതാണ് ജസ്റ്റ് ഒരു ഫിഗർ റെപ്രസെൻറ്റേഷനാണ് കൊടുത്തിരിക്കുന്നത്. അടുത്തത് കണ്ടിന്യൂസ് ആൻഡ് ഡിസ്കണ്ടിന്യൂസ് ബഫർ സിസ്റ്റം. ഈ ജെൽ ഇലക്ട്രോഫോറിസിസിൽ 2 മെയിൻ ടൈപ്പ് ഓഫ് ബഫർ സിസ്റ്റം ആണ് നമ്മൾ യൂസ് ചെയ്യുക, കണ്ടിന്യൂസ് ആൻഡ് ഡിസ്കണ്ടിന്യൂസ് ബഫർ സിസ്റ്റം. കണ്ടിന്യൂസ് ബഫർ സിസ്റ്റം ആണെങ്കിൽ ഈ ഒരു സിസ്റ്റത്തിൽ നമ്മൾ സെയിം ബഫർ തന്നെയാണ് ബോത്ത് ഇലക്ട്രോഫോറിസിസ് ടാങ്കിലും ജെല്ലിലും ഉപയോഗിക്കുന്നത്. ഇതിനൊരു സിംഗിൾ സെപ്പറേറ്റിംഗ് ജെല്ലേ ഉണ്ടാവുള്ളൂ, സ്റ്റാക്കിംഗ് ജെല്ല് ഉണ്ടാവില്ല. ഈ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളാണ് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, പക്ഷെ ലോ റെസൊല്യൂഷൻ ആയിരിക്കും ഡിസ്കണ്ടിന്യൂസിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത്. ഡിസ്കണ്ടിന്യൂസ് ബഫർ സിസ്റ്റം ആണെങ്കിൽ എന്താ, 2 ജെല്ല് യൂസ് ചെയ്യും. അതായത് സ്റ്റാക്കിംഗ് ജെല്ലും ഉണ്ട്, അതുപോലെ സെപ്പറേറ്റിംഗ് ജെല്ലും ഉണ്ട്. സ്റ്റാക്കിംഗ് ജെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ റെസ്ട്രിക്റ്റീവ് ആണ്, ലാർജ് പോർ ജെല്ലാണ്. അവിടെ പ്രോട്ടീൻസ് ഒക്കെ എന്ത് ചെയ്യും, ടൈറ്റ് ബാൻഡ്സിലൂടെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. സെപ്പറേറ്റിംഗ് ജെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോളർ പോർ ജെല്ലാണ്. അവിടെ ആക്ച്വൽ സെപ്പറേഷൻ നടക്കുക മോളിക്കുലർ വെയ്റ്റിൻ്റെ ബേസിസിലാണ്. ഡിഫറെൻറ്റ് ബഫേഴ്സ് ആർ യൂസ്ഡ് ഇൻ ടാങ്ക്. ഓക്കെ, ഇതിൽ നമ്മൾ 2 ഡിഫറെൻറ്റ് ബഫേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഹയർ റെസൊല്യൂഷൻ ആയിരിക്കും, അപ്പോൾ ഷാർപ്പ് ബാൻഡ് സെപ്പറേഷൻ ആണ് നമുക്കിവിടെ ഒപ്റ്റെയിൻ ചെയ്യുന്നത്. ഇതാണ് 2ൻ്റെ ഫിഗർ കൊടുത്തിരിക്കുന്നത്. ഇതാണ് കണ്ടിന്യൂസിൻ്റെ, ഇതിലൊരു ജെല്ല് മാത്രമേ ഉള്ളൂ, റിസോൾവിങ് ജെല്ല് മാത്രമേ ഉള്ളൂ. ഇത് എന്ന് പറയുമ്പോൾ ഡിസ്കണ്ടിന്യൂസ് ആണ്, റിസോൾവിങ് ജെല്ല്, അതല്ലെങ്കിൽ സെപ്പറേറ്റിംഗ് ജെല്ലും സ്റ്റാക്കിംഗ് ജെല്ലും കാണുന്നുണ്ട്. ഇതാണ് കണ്ടിന്യൂസ് ആൻഡ് ഡിസ്കണ്ടിന്യൂസ് ബഫർ സിസ്റ്റത്തിൻ്റെ ഫിഗർ വരുന്നത്. അടുത്തത് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന പ്രോട്ടീൻ സ്റ്റെയിൻസ് ഏതൊക്കെയാണെന്നാണ്. അമിഡോ ബ്ലാക്ക് യൂസ് ചെയ്യും, ഇന്ത്യൻ ഇങ്ക്, സിൽവർ സ്റ്റെയിൻ, കൊളോയിഡൽ, കൊമാസീവ് ബ്ലൂ. ഇതൊക്കെയാണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന സ്റ്റെയിൻ. അടുത്തത് എഥിഡിയം ബ്രോമൈഡ് സ്റ്റെയിനിങ് ഫോർ DNA. എഥിഡിയം ബ്രോമൈഡ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഫ്ലൂറസെൻറ്റ് ഡൈ ആണ്. അത് ന്യൂക്ലിക് ആസിഡ്സിനെയും എസ്പെഷ്യലി DNA-നെ സ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. ഈ എഥിഡിയം ബ്രോമൈഡ് സ്റ്റെയിൻഡ് ജെൽ എന്ന് പറഞ്ഞാൽ യൂഷ്വലി എന്താണ്, ഫോട്ടോഗ്രാഫ്ഡ് ആണ് അണ്ടർ UV ലൈറ്റ്. അവിടെ ഓരോ വിസിബിൾ ബാൻഡും എന്ത് ചെയ്യും, മില്യൺസ് ഓഫ് DNA മോളിക്യൂൾസിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ അത് നോൺ ഡിസ്ട്രക്റ്റീവ് ആണ്, DNA സാമ്പിളിനെ ഡാമേജ് ചെയ്യില്ല. DNA നമുക്ക് ഈസിലി റിക്കവർ ചെയ്യാൻ പറ്റുന്നുണ്ട് ജെല്ലിൽ നിന്ന് ഫെർദർ യൂസിന് വേണ്ടിയിട്ട്. ഇതാണ് അഡ്വാൻറ്റേജസ്. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഹാൻഡ്ലിങ് സമയത്തൊക്കെ ജെല്ല് ആൾട്ടർ ആവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഇൻഅക്യുറേറ്റ് റിസൾട്ട്സ് പ്രൊഡ്യൂസ്ഡ് ആവും, യൂസർ എറർ ഉണ്ടാവും, അത് നമുക്ക് ഡാറ്റ ലോസിന് കാരണമാകുന്നുണ്ട്. ഇതാണ് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും. അടുത്തത് അപ്ലിക്കേഷൻസ് ഓഫ് ജെൽ ഇലക്ട്രോഫോറിസിസ്. മോളിക്കുലർ വെയ്റ്റിനെ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോട്ടീൻസിൻ്റെയും ന്യൂക്ലിക് ആസിഡ്സിൻ്റെയും അതുപോലെ പ്രോട്ടീൻ സബ് യൂണിറ്റ് സ്ട്രക്ചേഴ്സിൻ്റെ ഡിറ്റർമിനേഷന് വേണ്ടിയിട്ട്, പിന്നെ മോണോമേഴ്സിനെയും അതുപോലെ ഡൈമേഴ്സിനെയും ട്രൈമേഴ്സിനെയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, ക്വാർട്ടർണറി സ്ട്രക്ചറിനെ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട്, ഐസൊലേറ്റഡ് പ്രോട്ടീൻസിൻ്റെ പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ട്, പ്രോട്ടീൻ പ്യൂരിറ്റീനെ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, കണ്ടാമിനൻസിനെ ആക്സസ് ചെയ്യാൻ അല്ലെങ്കിൽ ഡീഗ്രഡേഷൻ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ബ്ലോട്ടിംഗ് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതായത് സദേൺ ബ്ലോട്ട്, നോർത്തേൺ ബ്ലോട്ട്, വെസ്റ്റേൺ ബ്ലോട്ട്, ഇതൊക്കെ എന്ത് ചെയ്യും, ബാൻസിനെ മെംബ്രെയിനിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇത്രയാണ് അപ്ലിക്കേഷൻസ് ഓഫ് ജെൽ ഇലക്ട്രോഫോറിസിസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയത് ജെൽ ഇലക്ട്രോഫോറിസിസ് ആണ്. കാപ്പിലറി ഇലക്ട്രോഫോറിസിസും അതുപോലെ ഇലക്ട്രോഫോറിസിസിൻ്റെ ഇൻട്രൊഡക്ഷൻ, ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഇലക്ട്രോഫോറിറ്റിക് മൊബിലിറ്റി നമ്മൾ ഓൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ BPharm മലയാളം ക്ലാസ്സുകൾ നമുക്ക് ഇൻസ്ട്രുമെൻ്റൽ അനാലിസിസും അതുപോലെ തന്നെ IMA ആയാലും അതുപോലെ 6th സെമസ്റ്ററിൻ്റെ ഫാർമക്കോളജി ആയാലും ഇതൊക്കെ നമുക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കയറി ചെക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ BPharm മലയാളം ക്ലാസ്സുകളായിട്ട് നമുക്കിനി വീണ്ടും കാണാം. അൺടിൽ ദെൻ ഹാപ്പി ലേണിംഗ്.